കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. 120 സങ്കീർത്തനം മുതൽ 134 സങ്കീർത്തനം വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ നമ്മൾ അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ആരോഹണ ഗീതങ്ങൾ, സാംസ് ഓഫ് അസൻഷൻ, അത് ഉയരങ്ങളിലേക്ക് ആരോഹണത്തിൻ്റെ വാക്കുകളാണ്. ഈ 127 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ശലോമോൻ ആണ്. ശലോമോൻ നമുക്കറിയാം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനിയായ മനുഷ്യനാണ്. അപ്പോൾ തൻ്റെ സർവ്വ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഫലമായി അദ്ദേഹം എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ചിന്ത നമുക്കൊന്ന് നോക്കാം. ആരോഹണ ഗീതങ്ങൾ. ആരോഹണ ഗീതങ്ങൾ. ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ, അവരുടെ പ്രധാനപ്പെട്ട എല്ലാ പെരുന്നാളുകൾക്കും ആവോളം ആളുകൾ യെരുശലേമിലേക്ക് യാത്ര ചെയ്യും. അവർ യെരുശലേം ഉയർന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഈ ഉയർന്ന സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ അവർ പാടിക്കൊണ്ട് പോയ പ്രാർത്ഥനാ ഗീതങ്ങളാണ് ഈ 120 മുതലുള്ള ഈ വാക്യങ്ങൾ. ആ വാക്യങ്ങൾ, അപ്പോൾ ഈ യാത്ര അത് കേവലം ഒരു പാട്ടുപാടുന്നത് മാത്രമല്ല. നമുക്കറിയാം ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ പോകുമ്പോൾ അവർ സംസാരിക്കുന്ന ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അവർ ശരണം, ശരണം, അത് ഈശ്വരനിലാണ്, എൻ്റെ ആശ്രയം ഈശ്വരനാണ് എന്ന് ആണ്. ശരണം, ശരണം എന്ന് നിരന്തരമായി നമ്മൾ ആവർത്തിക്കുന്നതിലൂടെ ഇസ്രായേൽ യെരുശലേമിലേക്ക് പോകുമ്പോൾ യഹോവ ശരണമാണ് എന്ന് പറയുന്നതിലൂടെ മറ്റെല്ലാ ലൗകികമായ ചിന്തകളെയും അകറ്റി ദൈവം എന്നുള്ള ചിന്തയിലേക്ക് തങ്ങളെ തന്നെ ന്യൂനീകരിച്ച് ഈ പ്രാർത്ഥനയുടെ ഗാനങ്ങൾ തങ്ങളുടെ ഓരോ സിരകളിലൂടെയും ഓരോ ഓർഗനിലൂടെയും ഒഴുകാൻ അനുവദിച്ച് നിരന്തരമായ ഒഴുക്കിലൂടെ ഇവർ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. കാരണം അവർക്കൊറ്റ വാക്കേ ഉള്ളൂ, സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് ഉള്ള യാത്രയാണിത്, ആ സംഘം. എന്ന് മാത്രമല്ല, ഇതൊരു സംഘയാത്രയാണ്, ഇതൊരു മോക്ഷയാത്രയാണ്. എല്ലാ ദേവാലയങ്ങളിലേക്കുള്ള യാത്രയും ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ്. എല്ലാ പള്ളികളിലേക്കുള്ള യാത്രയും ദൈവത്തിലേക്ക് എത്താനുള്ള യാത്രയാണ്. അപ്പോൾ ദേവാലയ യാത്രകളെല്ലാം തന്നെ ദൈവത്തിലെത്താനുള്ള യാത്രയാണെങ്കിൽ ഓരോ ഞായറാഴ്ചയും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്കുള്ള യാത്രയാണ്. ആ ചിന്ത എപ്പോഴും നമ്മുടെ അടിസ്ഥാന പ്രമാണമായിട്ടിരിക്കണം. അപ്പോൾ പള്ളിയാരാധനകൾ അർത്ഥപൂർണമാകുന്നത് എപ്പോഴാണ്? ലോക ചിന്തകളെ മാറ്റി ദൈവീക ചിന്തകളിലേക്ക് നമ്മൾ ന്യൂനീകരിച്ച് ആ ചിന്തകളിൽ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി നടക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള രൂപാന്തരം, ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നടക്കും. അത് ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ ഡയാലിസിസ്, നമുക്കറിയാവുന്ന ഒരു പദമാണ്. ഇത് നടക്കുകയാണ്. ഓരോ ആരാധന കഴിയും തോറും നമ്മൾ അത്രമാത്രം വിശുദ്ധമാകുകയാണ്. അപ്പോൾ ഈ പോക്കിൽ അവർക്കൊറ്റ മെഡിറ്റേഷൻ മാത്രമാണുള്ളത്, ദൈവത്തെക്കുറിച്ചുള്ള മെഡിറ്റേഷൻ. അപ്പോൾ ഈ ധ്യാനത്തിൽ നമുക്ക് ഈ ഭാരതത്തിലൊരു വാക്യമുണ്ട്, വി ബിക്കം വാട്ട് വി മെഡിറ്റേറ്റ്. നമ്മൾ എന്ത് ധ്യാനിക്കുന്നുവോ അത് നമ്മളായിത്തീരും. വേറെ പല പല വാക്യങ്ങളുണ്ടല്ലോ, വി ബിക്കം വാട്ട് വി ഈറ്റ്. നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മളായിത്തീരും. ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മൾ ധ്യാനിക്കുന്നത് നമ്മളായിത്തീരുകയാണ്. അപ്പോൾ ഈ മെഡിറ്റേഷനിൽ നമ്മൾ ഏറ്റവും അഡ്മയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിലേക്ക് നിറയുന്നത്. സോ വാട്ട് വി അഡ്മയർ വി അപ്രീഷിയേറ്റ്, ആൻഡ് വാട്ട് വി അപ്രീഷിയേറ്റ് വി അപ്രോപ്രിയേറ്റ്.
ആൻഡ് സ്ലോലി വി ട്രാൻസ്ഫോം ഇൻ ടു ദാറ്റ്. ഇത് ഓരോ ആരാധനയും ബോധപൂർവമായ ഒരു ദൈവിക വളർച്ചയാണ്. അത് വെറും ഈ ഇമോഷണലായിട്ടുള്ള എന്തു പറയുന്നു അതറിയുന്നില്ല, ചില വാക്കുകളുടെ പ്രഘോഷണങ്ങൾ, ഇങ്ങനെയുള്ള വിഷയമല്ല. കോൺഷ്യസ് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഇത് കാണുന്നത്. അപ്പോൾ ആ ആരാധനയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ, ഏത് ആരാധനയിൽ? യഹൂദന്മാർ യെരൂശലേമിലേക്ക് പോകുന്നു, നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു. നമ്മൾ കൃത്യമായി നമ്മുടെ ആരാധനയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇൻ എവരി സാക്രമെൻ്റൽ മൊമെൻറ്റ്സ് ദ ഹിസ്റ്റോറിക്കൽ ബിക്കംസ് എസ്കറ്റോളജിക്കൽ ആൻഡ് ദി എസ്കറ്റോളജിക്കൽ ബിക്കംസ് ഹിസ്റ്റോറിക്കൽ. അപ്പോൾ യുഗാന്ത്യത്തെ ഈ കാലത്തിലേക്ക് കൊണ്ടുവരികയും ഈ കാലത്തെ യുഗാന്ത്യത്തിലേക്ക് ഉയർത്തുകയും അങ്ങനെയുള്ള അഭൗമികമായ ഒരു ദൈവവിചാരവും ദൈവദർശനവും നമുക്ക് ആരാധനയിൽ മനസ്സിലാക്കാനായിട്ട് ഇടയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ബോധപൂർവമായ പരിശ്രമം, അതുകൊണ്ട് ഓരോ ആരാധനയിൽ സംബന്ധിക്കുമ്പോഴും ദൈവവിചാരത്തെക്കുറിച്ചുള്ള കൂടുതൽ ബോധത്തോടു കൂടി ദൈവത്തെ കാണണം. ഈ ചരിത്രാതീതമായത്, യുഗാന്ത്യത്തിലുള്ളത് ഇന്ന് എനിക്ക് അനുഭവവൈദ്യമാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള യാത്രകളല്ല പലപ്പോഴും നമുക്ക് ഉള്ളത്. നമ്മൾ സാധാരണ മാർത്തവക്കാരൻ പറയും ഒരുങ്ങി പള്ളിയിൽ പോകണം. ഇന്ന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഏത് വസ്ത്രം ധരിക്കണം, ഏത് സാരി ഉടുക്കണം, ഏത് ലിപ്സ്റ്റിക് ഇടണം, ഏത് ചെരുപ്പിടണം എന്നുള്ള വിഷയമാണ്. എന്നാൽ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഒന്നിലേക്ക് ന്യൂനീകരിച്ച് ദൈവത്തെ കാണാനുള്ള നമ്മുടെ യാത്രയാണ്. അത് ആത്മാവിൻ്റെ അനന്തതയിലേക്കുള്ള യാത്രയാണത്. അത് നമ്മളെ അഭൗമികമായിട്ടുള്ളത് ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് റിയലൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വരാൻ പോകുന്നതിനെ ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫോർട്ടേസ്റ്റായിട്ട് ഒരു പരിധിവരെയെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നതായ കാലമാണ്. അതുകൊണ്ട് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടാണ്. അവരുടെ ഈ യാത്രയിൽ എല്ലാം ന്യൂനീകരിച്ച് ഈശ്വരൻ മാത്രം ശരണമെന്ന് പറഞ്ഞ് അവിടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന ഒരു വൈകാരികമായ ചിന്ത മാത്രമല്ല, ഈ 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനത്തിൻ്റെ കാമ്പെന്താണ്, അതിൻ്റെ കഴമ്പെന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ ഒരു കാര്യം അവരുടെ വിശ്വാസ പ്രഖ്യാപനം കാണാനായിട്ട് സാധിക്കും. അത് ദൈവം മാത്രമാണ് ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ദൈവമാണ് ഞങ്ങളുടെ സമ്പത്ത്. ഗോഡ് എലോൺ ഈസ് അവർ അൾട്ടിമേറ്റ് ട്രഷർ എന്ന് പറയുന്നതാണ്. ഇത് യഹൂദന്മാരെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ വളരെ രസകരമായ കൗതുകകരമായ ഒരു കാഴ്ച നമ്മൾ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ച് ബാബിലോണിയൻ തൽമൂദ് വളരെ സുന്ദരമായി വിശദീകരിച്ചിട്ടുണ്ട്. അത് ഈ ലോത്തും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണമാണ്. ഒരു ദിവസം ലോത്ത് ഭാര്യയാൽ പ്രേരിപ്പിക്കപ്പെട്ട്, അത് തൽമൂദിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ലോത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിനോട് പറയണം, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, നമുക്കുള്ളത് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടാൻ പറയണം. ഇത് ലോത്ത് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം വളരെ സന്തോഷത്തോടു കൂടെ പറഞ്ഞു, സാരമില്ലടാ, നാളെ രാവിലെ ആയിക്കോട്ടെ, നമുക്ക് ഭൂമി ഭാഗം ചെയ്യാം. അപ്പോൾ ഈ ഭൂമി 2 ഭാഗങ്ങളായിട്ടാണ് കിടക്കുന്നത്. 1.25 ലക്ഷം ഏക്കർ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നതായ യോർദാൻ താഴ്വാരം, 2 മൊട്ടക്കുന്നായ കനാൻ കുന്ന്. അപ്പോൾ ലോത്തിനോട് അബ്രഹാം ചോദിച്ചു, നിനക്ക് ഏതാണ് വേണ്ടുന്നത്? അപ്പോൾ ലോത്ത് പറഞ്ഞു, ചോദിക്കുന്നതിനൊരു മര്യാദ വേണ്ടായോ, ഈ കാശിന് ജോലി ചെയ്യാത്തവനായി ലോത്ത്. ആലോചിച്ചപ്പം ഭാര്യ ഇവിടെ നിന്ന് കണ്ണു കാണിച്ചു, ഇപ്പം ചോദിച്ചില്ല എല്ലാം പോവും. അപ്പോൾ ലോത്ത് പറഞ്ഞു, ചേട്ടൻ ഈടെയായിട്ട് വാദത്തിൻ്റെ അസുഖമൊക്കെ ഇല്ലേ, അപ്പോൾ ഈ ചെളിക്കകത്തൊന്നും കാല് കുത്താൻ പോണ്ട, കനാങ്കുന്ന് നല്ല അക്കുപ്രഷർ കിട്ടുന്ന പാറപ്പുറമാണ്, അതങ്ങ് എടുത്തോ ചേട്ടൻ, ഞങ്ങളും ഭാര്യ ഇതൊക്കെ നോക്കി നടത്തിക്കോളാം. അപ്പോൾ ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, അതിനെന്നാ നീ എടുത്തോ. ഏതാ 1.25 ലക്ഷം ഏക്കർ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നതായ ഈ യോർദാൻ താഴ്വര യാതൊരു കൂസലും കൊടുക്കാതെ ഇത്. പിറ്റേന്ന് അബ്രഹാമിൻ്റെ വീടും പോയി. അബ്രഹാം, നിങ്ങൾ ഈ തൽമൂദ് വായിച്ചാൽ മനസ്സിലാവും, ഭാര്യ സാറായും കൊണ്ട് ഈ കനാൻ കുന്ന് കയറുകയാണ്. അവൻ ന്യായമായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർ പുറയിൽ നിന്ന് പുറകുറുക്കുകയാണ്. ദൈവമേ, ഇങ്ങനെയുള്ള ഒരുത്തന്നെ ആണല്ലോ എൻ്റെ ആയുസ് കിട്ടിയത്,
ഈ കോന്തനെയും കൊണ്ട് ഇങ്ങനെ ഇനിയും ജീവിച്ചു പോകും എന്ന് അയാൾ പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ അബ്രഹാം പറഞ്ഞു, സാറാമ്മേ, ദൈവമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്ന് ഞാൻ അറിഞ്ഞിരിക്കെ ആ ദൈവത്തെ ഉപേക്ഷിച്ച് ഞാൻ നിനക്ക് എന്ത് നേടിത്തരണമെന്നാണ് നീ പറയുന്നത്? അത് പൂർണ്ണമായി ശിരസ വഹിച്ച സ്ത്രീയുടെ പേരാണ് അബ്രഹാമിൻ്റെ ഭാര്യ സാറ. ആ വംശപരമ്പരയെക്കുറിച്ചാണ് അവൾ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഉത്തരം പറയണ്ട, ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ. ഈ എന്ത് ആത്മീയത നമ്മൾ പറഞ്ഞാലും ഈ യോർദാൻ താഴ്വര വിട്ട് കനാൻ കുന്ന് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുമോ? ഇതിനെക്കുറിച്ചുള്ള വിശദാംശമൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ള ഒറ്റ കാര്യമാണ് അബ്രഹാമിൻ്റെ ആ വാക്ക്. അബ്രഹാം സാറായോട് പറഞ്ഞു, സാറാമ്മേ, ദൈവമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ അറിഞ്ഞിരിക്കെ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ നിനക്ക് എന്ത് നേടിത്തരണമെന്നാണ് നീ പറയുന്നത്? സ്നേഹിതരെ, നമുക്ക് പറയാൻ സാധിക്കണം. എളുപ്പമുള്ള കാര്യമല്ല. ദൈവമാണ് എൻ്റെ സമ്പത്ത്. ആ സമ്പത്ത് നഷ്ടപ്പെടുത്തി ലോകത്തിൽ യാതൊന്നും നമ്മൾ നേടുകയില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ ഈ ലോകത്തിൽ അനുഗ്രഹീതമായ ജീവിതം എന്ന് മാത്രമല്ല വരും ലോകം ദൈവം നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്ന്. ഇതിൻ്റെ വെളിച്ചത്തിൽ പെട്ടെന്ന് നമ്മൾ ആ വാക്യത്തിലേക്കൊന്ന് നോക്കാം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിക്കാർ വൃഥ അധ്വാനിക്കുന്നു. അൺലെസ് ദ ലോർഡ് ബിൽഡ്സ് ദ ഹൗസ് ദ ബിൽഡേഴ്സ് ലേബർ ഇൻ വെയിൻ. ഇൻ വെയിൻ അർത്ഥരഹിതമാണ്, ഫലശൂന്യമാണ്. എന്ത് യഹോവ വീട് പണിയാതിരുന്നാൽ. യഹോവ വീട് പണിയാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹോവയ്ക്ക് വീട് പണിയാം എന്നും ആണല്ലോ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ പണിയത്തേ ഇല്ലെങ്കിൽ ഈ വാക്ക് വരത്തില്ല. യഹോവയ്ക്ക് വീട് പണിയാം. നമുക്കൊരു വീട് പണിയണമെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും ഒരു ബിൽഡിംഗ് പെർമിഷൻ വേണം, ഇല്ലേ? നമ്മുടെ പ്ലാനും എസ്റ്റിമേറ്റും പാസ്സാക്കപ്പെടണം. പള്ളിയാണെങ്കിൽ അത് ഇടവസംഘം പാസ്സാക്കണം. അത് ടൗണിൽ നിന്ന് മാത്രം മുനിസിപ്പാലിറ്റി അനുവദിച്ചാൽ മാത്രം പോരാ, മെത്രാപ്പോളിത്ത അനുവദിക്കണം, അല്ലെങ്കിൽ ഭദ്രാസനത്തിൽ നിന്ന് അനുവദിക്കണം. എന്തെല്ലാം അനുവാദങ്ങൾ കിട്ടിയതിന് ശേഷമാണ് നമ്മളൊരു വീട് പണിയുന്നത്. അപ്പോൾ ദൈവത്തിന് പണിയാം. ഇത് എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഗോഡ് ദി ആർക്കിടെക്ട്. എന്നാൽ ദൈവം എല്ലാ വീടുകളും പണിയാൻ തയ്യാറാകും. ഇതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ദൈവം എല്ലാ വീടും പണിയാൻ തയ്യാറാകും. എന്നാൽ ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയാൻ മതി. ഇതുവരെയൊക്കെയുള്ള ഇഷ്ടമുള്ള കാര്യമാണ്, ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പോൾ ദൈവത്തിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ദൈവം പിതാവായതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ മുമ്പിലിരിക്കുന്ന സ്ത്രീരെ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ മക്കളാണ്. ആ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായിരിക്കെ ഒരാൾ ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നു. അത് 5 കോടി രൂപ വിലയുള്ള വീട് പണിയുന്നതിനാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മുമ്പിലിരിക്കുന്നവരോട് ആ പ്ലാൻ ദൈവം അനുവദിച്ച് തരുമെന്ന്? വെറുതെ ഒരു അഭിപ്രായം. തരികയില്ല. കാരണം അപ്പുറത്ത് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് പണിത് അവിടെ 18 വയസ്സായ അവരുടെ മകൾ കൂടെ സുരക്ഷിതമായി താമസിക്കാം. ഇത് ദൈവത്തിന് കാണാം. അങ്ങനെ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം മനുഷ്യൻ്റെ മൗലിക ആവശ്യമായ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യമായ ഒരു ഭവനം നൽകാമെന്നിരിക്കെ 5 കോടി രൂപ വിലയുള്ള പണം വരുന്ന ഒരു വീട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ പണങ്ങില്ലെന്നാണ് എൻ്റെ വിചാരം. പരിധിയിൽ കവിഞ്ഞുള്ള വലിയ വീടുകളും പരിധിയിൽ കവിഞ്ഞുള്ള പണം ചെലവാക്കുന്നതും പാപമാണ്. അവിടെ ദൈവമില്ല. നമുക്ക് ഒക്കെ ഒരു വിചാരം കാണും, നമുക്ക് പണമുണ്ട്, നമ്മൾ ആരുടെയും കൊള്ളയടിച്ചതല്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അത്യന്തം അപകടകരമായ ഒരു കാര്യമാണ്. ലീഗലി യു മേ ബി റൈറ്റ്, എന്നാൽ നിങ്ങൾ പറയും ദിസ് ഈസ് ഹാർഡ് ഏൺ മണി, ഞങ്ങൾ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയതാണ്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇൻ ദ ബൈബിൾ ഈസ് നോട്ട് വെദർ യു ആർ ലീഗലി റൈറ്റ്. ദ ക്വസ്റ്റ്യൻ ഈസ് ആർ യു മോറലി റൈറ്റ്. മോറൽ റൈറ്റ്, ധാർമ്മികമായി ശരിയാണോ?
ഒരിടവകയിൽ 100 വീടുകളുണ്ടായിരിക്കുകയും അതിനകത്ത് ഒരു 10 ആളുകൾക്ക് വീടില്ലാതിരിക്കുകയും ഒരു 50% ആളുകൾക്ക് സാമാന്യം ജീവിക്കാവുന്നിരിക്കുകയും ഒരു 20% ആളുകൾക്ക് കുറച്ചുകൂടെ വലിയ വീടുണ്ടായിരിക്കുകയും ഒരു 10% ആളുകൾ ഒരാവശ്യവുമില്ലാതെ കോടിക്കണക്കിന് രൂപ മുടക്കി പണിയുകയും ചെയ്താൽ അത് ദൈവം അനുവദിക്കും എന്ന്. അതുകൊണ്ട് ഒറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഈ ആദ്യത്തെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ദൈവം അംഗീകരിച്ച വീട് പണിഞ്ഞാൽ ദൈവം അതിനകത്ത് കാണും. അല്ലാത്ത വീടുകളിൽ ദൈവത്തിന് പ്രവേശിക്കാൻ ഒക്കുകയല്ല. അത് ദൈവത്തിന് നമ്മളോടുള്ള വിരോധം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ബേസിക് നേച്ചർ കൊണ്ടാണ്. ദൈവം നീതിമാനായതുകൊണ്ടും ദൈവം നിത്യസ്നേഹമായതുകൊണ്ടുമാണ്. ഈ വീട്ടിൽ ദൈവം അത് എൻഡോഴ്സ് ചെയ്യുകയും ഇപ്പുറത്ത് സുരക്ഷിതത്വത്തിന് വകയില്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ കിടക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബം അന്ന് വൈകിട്ട് ദൈവത്തോട് അവരെന്ത് പ്രാർത്ഥിക്കണം, എന്ത് നീതിയെക്കുറിച്ച് ദൈവം അവരോട് സംസാരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ മാർത്തോമാ സഭ മാത്രം നോക്കെടുക്കുക. ഈ മാർത്തോമാ സഭയിലെ എല്ലാ ആളുകളും ദൈവം അടിസ്ഥാന ശില്പിയായിട്ട് കല്ലിടാൻ നമ്മൾ അനുവദിച്ചാൽ മുഴുവൻ ആളുകൾക്കും വീടുണ്ടായിരിക്കും. അതല്ല, ചില ആളുകൾ വലിയ ഹർമ്മ്യങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടും. വീട് നഷ്ടപ്പെടുന്നവനോട് കൂടെയാണ് ദൈവം എന്നെപ്പോഴും ഓർക്കുക. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്. വലിയവർക്ക് ചെയ്തതിനെക്കുറിച്ച് ദൈവം അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി പറയുന്നതിനേക്കാൾ അതിനെക്കുറിച്ച് ഒന്നുമേ പറയുന്നില്ല. God is very much silent there, but God is vocal. See, very clear. ഈ വീടില്ലാത്തവന് നീ വീട് വെച്ചു കൊടുത്തു, അതെനിക്കാണ് തന്നത്. ദൈവരാജ്യത്തിൽ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, ദൈവജനമേ ഞാൻ താണു വീണ് നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ കാണാതെ പഠിച്ചുകൊള്ളുക, നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളൊന്ന് നോക്കിക്കുക, വീട് കൂദാശ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? വീട് കൂദാശ നമ്മൾ ചെയ്യുമ്പോൾ ഒടുവിൽ പറയുന്നു, കുരിശ് വരച്ചുകൊണ്ട്, ആ മെയിൻ ഡോറിൻ്റെ അവിടെ കുരിശ് വരച്ചുകൊണ്ട് ജീവനുള്ളതും ജീവൻ ഉണ്ടാക്കുന്നതുമായ കുരിശിൻ്റെ അടയാളത്താൽ എന്നേക്കും ഒന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ. ഒരു കാര്യം മറക്കരുത് നമ്മളാരും, എല്ലാ കൂദാശകളും, വീട് കൂദാശ നമ്മൾ 7 കൂദാശയിൽ പെടുത്തിയിട്ടില്ലെങ്കിലും പറയുന്ന പദം വീട് കൂദാശ എന്നാണ്. ഹൗസ് വാമിംഗ് എന്ന് ഇംഗ്ലീഷ് പറയും. എല്ലാ കൂദാശകളും പ്രൈവറ്റിനെ പബ്ലിക്കാക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ എല്ലാ ഇടപാടുകളും പ്രൈവറ്റ് ഇടപാടുകളല്ല, ഇറ്റ് ഈസ് പബ്ലിക്. എല്ലാവർക്കും, കാരണം ദൈവം എല്ലാവരുടെയും ആയതുകൊണ്ട് he doesn't have any private business. He always have public business. അതുകൊണ്ട് ദൈവം എല്ലാവരുടെയും. അപ്പോൾ ഇതിപ്പം ദൈവത്തിൻ്റെതായി ഈ വീട് കൂദാശ ചെയ്തപ്പോൾ, ശരിയല്ലേ? അവിടെ ഇരിക്കുന്നത് ശരിയല്ലേ? വീട് കൂദാശ ചെയ്തപ്പം ദൈവത്തിൻ്റെതായി. ദൈവം ആരുടെ എല്ലാമാണ്? ദൈവം എല്ലാവരുടെയും ആണെങ്കിൽ എല്ലാവർക്കും ഈ വീടിൻ്റെ മേലൊരു അവകാശമുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെതാണ്. ആണെങ്കിൽ ദൈവമക്കൾക്ക് എല്ലാവർക്കും സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ ഈ വീട്ടിലൊരു അവകാശമുണ്ട്. അപ്പോൾ ആ അവകാശത്തിന് വേണ്ടി ഒരുത്തിന് ഇടയ്ക്ക് വന്നു, ഇച്ചിരി പണം ചോദിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം ചോദിച്ചു. നമ്മളവരെ ഇറക്കി വിട്ടാൽ അത്യന്തം അപകടകരമായ ഒരു കാര്യമാണെന്ന് നമ്മൾ മറന്നു പോകരുത്. മനസ്സിലായോ? നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ മൂത്താമ്പാക്കൽ കൊച്ചുദേശിയുടെ വീടിൻ്റെ മുമ്പിൽ ഒരു സ്തൂപമുണ്ട്, ഒരു കൽ സ്തംഭമുണ്ട്. അതിലൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്. പോയാൽ കാണാം. കുറച്ച് ഭാഗങ്ങൾ കല്ലിൽ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നതാണ്. വഴിയാത്രക്കാരിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ താമസിക്കാം, ഉള്ളത് പങ്കിടാം, രാത്രിയിൽ സന്തോഷമായി പ്രാർത്ഥിച്ചു കഴിയാം. ഞാൻ എന്നിലേക്ക് വിരൽ ചൂണ്ടുന്നു, നിങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. മൂത്താമ്പാക്കൽ കൊച്ചുദേശിയുടെ ഈ എഴുതി വച്ചിരിക്കുന്ന വാചകം, വഴിയാത്രക്കാരിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ രാപാർക്കാം, ഇവിടെ താമസിക്കാം എന്നുള്ളത് നല്ല വാക്കാണോ അല്ലയോ? ആ രണ്ടാമതിരിക്കുന്ന ആൾ നല്ല വാക്കല്ലേ? എന്നുവെച്ചാണ് എന്ന് എൻ്റെയും നിങ്ങളുടെയും വീട് അതിൻ്റെ വാതിക്കൽ എഴുതി വെക്കും, വഴിയാത്രക്കാരിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ രാപാർക്കാം. വീടിൻ്റെ മുഖമുദ്ര ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ
അവിടെ വെക്കുന്ന ഓരോ ഭക്ഷണവും, എവരി മീൽ ഈസ് എ സെക്കൻഡ് യൂക്കറിസ്റ്റ്. ഓരോ ഭക്ഷണവും രണ്ടാമത്തെ കുർബാനയാണെങ്കിൽ, നമ്മൾ വെക്കുന്ന ഭക്ഷണം എല്ലാവർക്കും ലഭിക്കേണ്ടതാണെങ്കിൽ നമ്മുടെ വീടുകൾ എന്ന് നമ്മൾ തുറന്നിടും. ഒരു കാര്യത്തിൽ തർക്കം വേണ്ട, മനുഷ്യൻ കയറാത്ത വീട്ടിൽ ദൈവം കയറുകയില്ല. മനുഷ്യനെ കയറ്റാത്ത വീട്ടിൽ ദൈവത്തെ കയറ്റാമെന്ന് വിചാരിച്ചാൽ മൗഢ്യമാണ്. ദൈവം കയറിയിറങ്ങുന്ന വീട്ടിൽ എല്ലാവരും കയറി ഇറങ്ങിക്കൊള്ളും. കാരണം ആ വീട് ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു സെൻ്ററാണ്. ആ വീട് കരുണയുടെ ഒരു കൂടായിട്ട് മാറും. ആ വീട് സ്വാന്തനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആലയമായി മാറും. ഖലീൽ ജിബ്രാൻ എഴുതി വച്ചിട്ടുണ്ട്, ഒരിക്കൽ യാത്ര ചെയ്ത് ഒരു സെമിനാരിയൻ അവിടെ നിന്ന് ഇറക്കവിടപ്പെട്ടു. അവനിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ വിശപ്പ്, തണുപ്പ്, അവൻ മഞ്ഞിൽ വീണപ്പോൾ അലറിക്കരഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഒരു ചെറിയ ഹട്ടിൽ നിന്ന്, ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഒരമ്മയും മകളും ഇറങ്ങി വന്നു. ഇത് കണ്ടു. ഇയാളെ എടുത്തുകൊണ്ട് പോയി, മയങ്ങിപ്പോയ ഇയാളെ കൊണ്ടുവന്ന് വീട്ടിലാക്കി ചൂടുവെള്ളം കൊടുത്തു. അല്പം സൂപ്പ് കൂടെ കൊടുത്തപ്പോൾ ഇയാൾ കണ്ണു തുറന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനൊരു വിധവയായ സ്ത്രീയാണ്, എൻ്റെ മകളാണിത്. ഞങ്ങൾ വസ്ത്രം നെയ്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്കൊന്നും ഉള്ളവരല്ല, ഇതൊരു കുടിലാണ്. ഖലീൽ ജിബ്രാൻ പറഞ്ഞു, അമ്മയെ ഒരിക്കലും അങ്ങനെ പറയരുത്. ഇത് കുടിലല്ല, ഇത് ദേവാലയമാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും, എന്നെ കേൾക്കുന്നവരുമേ, ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ സ്വയം വിചാരിച്ചു കൊള്ളുക, നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളാകാം. ആ ദേവാലയങ്ങളാകുന്നത് അത് വെറുതെ പാട്ട് പാടുന്നത് കൊണ്ടല്ല. ഞാൻ ഇന്ന് ശക്തീകരിക്കുന്ന വാക്ക് ഇത് തന്നെയാണ്, കൊച്ചുകുഞ്ഞു വിദേശിയുടെ വാക്ക്. നമ്മുടെ വീടുകൾ തുറന്നിടപ്പെട്ട വീടുകളായിട്ട് തീരുമ്പോൾ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രസ്താവന നടത്തുക. 25 ലക്ഷം രൂപയിൽ കൂടുതൽ വീട് വെക്കുന്ന എല്ലാ ആളുകളും ഏതെങ്കിലും ഒരു വീടിൻ്റെ ഒരു ഭാഗികമായിട്ടെങ്കിലും നൽകാൻ നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോണം. മനസ്സിൽ 50 ലക്ഷം രൂപയിൽ കൂടുതൽ വില വീട് വെക്കുന്നവർ, നിങ്ങളൊരു വീട് വെച്ചതിന് ശേഷമേ അതിൽ പ്രവേശിക്കാവൂ. ഭാഗ്യസ്മരണായ യൂഹാനോൻ മാർത്തോമായെക്കുറിച്ച് നമ്മൾ പ്രസംഗത്തിൽ ആവേശം കൊള്ളുന്നു. അദ്ദേഹം പുതിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ അതിൽ കയറണമെങ്കിൽ വീടില്ലാത്ത ഒരു ആളിന് വീട് വെച്ച് കൊടുത്ത് അതിൻ്റെ കൂദാശയും താക്കോൽദാനവും നടത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഭൂഭവനദാന പ്രസ്ഥാനത്തിൻ്റെ ആരംഭം അതാണ്. ആ സഭയിലെ മക്കളും കൊച്ചുമക്കളുമാണ് നമ്മൾ. അതുകൊണ്ട് ഈ സഭയിൽ ക്രമാതീതമായി പണം മുടക്കി ഇനി ആരും വീട് വെക്കണ്ട. ഒരു കാര്യത്തിൽ തർക്കമില്ലല്ലോ, അവസാനത്തിൽ 6 അടി മണ്ണ് നമ്മളെ എല്ലാവരെയും തുല്യരാക്കും. 6 അടി മണ്ണ് മതി ഒടുവിൽ. ഇപ്പോൾ പുതിയ ക്രമം അനുസരിച്ച് അതും വേണ്ട. നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ബോഡി ദഹിപ്പിക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. മെത്രാപ്പൊലീത്തയുടെ നിർദ്ദേശം അനുസരിച്ച് ചെറിയ ചെറിയ സ്ഥലം മതി. പക്ഷേ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നതാണ് 6 അടി മണ്ണ്. ടോൾസ്റ്റോയുടെ ആ പ്രസിദ്ധമായ കഥ നമുക്കറിയത്തില്ലേ? അവസാനത്തിൽ എല്ലാം എടുത്തോളാൻ പറഞ്ഞവന് അവസാനത്തിൽ 6 അടി മണ്ണ് മാത്രം മതിയായിരുന്നു. സ്നേഹിതരെ, അതൊന്നും വിശദീകരിക്കേണ്ടെന്ന കാര്യമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടൊരു ചോദ്യം. 2 വീടുള്ള ഒരാൾ, ഒന്ന് കൊച്ചിയിൽ, ഒന്ന് തിരുവനന്തപുരത്ത്, അയിരൂർ, പിന്നെ ഒരു ചെറിയ വീടുണ്ട് പഴയത്. ഈ എറണാകുളത്തെ വീട് വിറ്റ് ഇത് വീടില്ലാത്തവർക്ക് കൊടുത്തോട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുമോ ഇല്ലയോ? നിങ്ങൾക്ക് മലയാളം തീരെ പിടി കിട്ടത്തില്ലല്ലേ? കേൾക്കുമോ ഇല്ലയോ? കേൾക്കും. എന്തേ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്? സ്നേഹിതനെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ദൈവത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ ലിസ്റ്റ് ദൈവത്തെ ഏൽപ്പിക്കാനാണെങ്കിൽ പ്രാർത്ഥനകൾ നിർത്താം. ഈ പറഞ്ഞത് ശ്രദ്ധിക്കുക. 2 വീടുള്ള ഒരാൾ
ഒരെണ്ണം വിറ്റ് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആദ്യത്തെ റെസ്പോൺസ് ഇങ്ങനെ ആയിരിക്കും. ദൈവം എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. എൻ്റെ ബാവുക്കുട്ടി, ഇങ്ങനെ ഒരു പ്രാർത്ഥന കേൾക്കാൻ ഞാൻ എത്ര നാൾ കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. നീ യു ഗോ ഹെഡ്, നിൻ്റെ വീട് ഇവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കും എന്ന് ദൈവം പറയും. ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു നല്ല വീട് കിട്ടുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? എന്തെങ്കിലും പറഞ്ഞാൽ ആണ്. അതുകൊണ്ട് നമുക്ക് നിത്യമായ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് സഹായകരമായി ഇവിടുത്തെ ഭവനത്തിൽ നമുക്ക് പുനഃക്രമീകരണങ്ങൾ നടത്തുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടതാണ്. നല്ലതാണ്, അത് മാത്രമേ ഉള്ളൂ നല്ലത്. ബാക്കിയെല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ് ദൈവത്തെ ചതിക്കുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് നമ്മളുടെ വീടുകൾ ആ രീതിയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട വീടുകളാണ്. 2019 പ്രളയത്തിൻ്റെ സമയത്ത് മലബാറിലാണല്ലോ കൂടുതൽ അഫക്റ്റ് ചെയ്തത്. അവിടെ ചുങ്കത്തറ പള്ളിയിൽ മാത്യു ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സൂസൻ, രണ്ടുപേരും അധ്യാപകരാണ്. ഭാര്യ നമ്മുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്, മറ്റേയാൾ മറ്റൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവരുടെ 17ാമത് വിവാഹ വാർഷികമായിരുന്നു. ആ സമയത്ത് അവർ 17 സെൻറ്റ് സ്ഥലം, ഈ കവളപ്പാറ എന്നുള്ള സ്ഥലം, അവിടെയാണ് ഇന്ന് മലബാറിൽ നിന്ന് ആളുകളിലൂടെ കാണും. അവിടെയാണ് ആ ഒരു ദേശം ഒഴുകിപ്പോയ സ്ഥലമാണ്. അവിടെയുള്ള 4 ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തു. ഇന്നലെ രാത്രിയിൽ ഞാൻ വിളിച്ചിത് ഉറപ്പ് വരുത്തി. നിങ്ങളോട് പറയുമ്പോൾ കൃത്യമായിരിക്കണമല്ലോ. ഈ 4 ഭവനങ്ങളിലായി 17 ആളുകൾ താമസിക്കുന്നുണ്ട്. അവർ ഭാര്യ, ഭർത്താവ്, മക്കൾ. അതിൽ തന്നെ ചില ആളുകളുടെ പേരൻസ് ഈ പ്രളയത്തിൽ ഒഴുകിപ്പോയവരുണ്ട്, ഈ മണ്ണിടിച്ചിലിൽ പോയവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തെ കുറച്ചുകൂടി സുന്ദരമാക്കാം. ദൈവത്തെ നമുക്കൊന്ന് സഹായിക്കാം. ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്നുള്ളത് നിർത്തി, ദൈവമേ നിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ. ഇവിടെ ലൈഫ് ടു ലൈഫ് എന്നുള്ള ഫീലക്സിനോ സിനിമയുടെ പ്രോജക്റ്റ് കാണുന്നു. അമേരിക്കയിലെ സൗകര്യമുള്ള ആളുകൾ ഇവിടെ പല കാരണങ്ങളാൽ ഇപ്പോൾ നമ്മുടെ കമ്പാഷൻ്റെ വർക്കൊക്കെ അവസാനിച്ചപ്പോൾ ഇവിടെ ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സൗകര്യം നിഷേധിക്കപ്പെട്ടവർക്ക് ഭക്ഷണമായി, പഠനമായി, ആത്യന്തികമായി ഒരു ഭവനമായി നിർവഹിക്കപ്പെടും. അപ്പോൾ ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. നമ്മളുടെ സാധാരണ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള വലിയ മാതൃക. മൂത്താമ്പക്കൽ കൊച്ചുകുഞ്ഞുദേശി വലിയ സ്വാധീനായ മനുഷ്യനാണെങ്കിൽ, മാത്യു ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ ഒരു ദേശത്ത് മുഴുവൻ ഒഴുകിപ്പോയപ്പോൾ തനിക്ക് ഉള്ള വസ്തുവിൽ നിന്ന് 17ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ 17 സെൻറ്റ് സ്ഥലവും 4 വീടും വെച്ച് കൊടുത്ത് 17 ആളുകൾ പാർക്കുന്നു. ഒരു കാര്യത്തിൽ തർക്കം വേണ്ടല്ലോ, ഈ 17 ആളുകളും എപ്പോഴെങ്കിലും അവരുടെ മനസ്സിലൊരു പ്രാർത്ഥന വരത്തില്ലേ, ദൈവമേ ആ സാറും ഭാര്യയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീട്ടിൽ പാർക്കുന്നത്? പറയുമോ ഇല്ലയോ? നിങ്ങളെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? പറയുമോ ഇല്ലയോ? പറയും. അത് പറയിക്കുന്നതല്ലേ മറ്റു പലതും പറയിക്കുന്നതിനേക്കാൾ നല്ലത്? ഇന്നു മുതൽ അങ്ങനെയായിരിക്കണം മുഴുവൻ സ്ത്രീകളും ഇവിടെ ഇരിക്കുന്നത്, മുഴുവൻ പുരുഷന്മാരും. ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ പേടിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് നോക്കാത്തത്. ഈ മുഴുവൻ ആളുകളും ഇങ്ങനെ ആയിരിക്കണം. ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പറയാം, ദൈവമേ ഞങ്ങൾ നിന്നെ സഹായിക്കാം. ഒരു പുതിയ ക്രമമുണ്ടാകാൻ യഹോവ അടിസ്ഥാനമിടുന്ന വീടുകളായിരിക്കണം. മാർത്തോമാ സഭയെന്ന് ഞാൻ പറയുന്നത് പരോക്കിൽ ചിന്ത കൊണ്ടല്ല. ഒരു സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. എങ്കിലും നമ്മൾ ആദ്യം യെരുശലേമിലും യഹൂദിയിലും എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ തൽക്കാലം ഈ മാർത്തോമാ സഭയ്ക്ക് ഇനിയും ഭവനമില്ലാതിരിക്കേണ്ട കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ ഇടവകകളുള്ള സ്ഥലത്ത് ഭവനമില്ലാത്തവരായി ഉണ്ടാകരുത്. യേശു ജനിച്ചതുപോലെ ഒരു വഴി റോഡിൽ പ്രസവിക്കാൻ ഒരമ്മയ്ക്ക് ഈ സഭയിൽ ഇടയാകരുത്. നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. നമുക്ക് സാധിക്കുന്നതിന് ദൈവം സാധിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവം ഇടപെടത്തില്ല. കാരണം ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, അത് നിന്നെ അവിടെ ആക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിന്നോടെയാണ് പ്രാർത്ഥിച്ചത്, എന്നോടല്ല. അല്ലെങ്കിൽ എന്നോടാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നു.